തീർച്ചയായും അത് നമുക്ക് പറയാതെ അറിയാലോ. എന്താ വെച്ചാല് സുരേഷ് ഗോപി വന്നതിന് ശേഷം വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിൽ എത്തണമെങ്കിൽ നമ്മുടെ മെമ്പർ വേണം. അതായത് BJP കാൻഡിഡേറ്റ് ആയിരിക്കണം ആ വാർഡിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ തീർച്ചയായും അവിടേക്ക് നമുക്ക് വികസനം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. ഇപ്പൊ സുരേഷ് ഗോപി MP ആയിരുന്നിട്ട് ഈ വാർഡിൽ CPM-ന്റെയോ കോൺഗ്രസിന്റെയോ ഒരു മെമ്പർ ആണെങ്കിൽ അതുകൊണ്ട് ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. ആ ജനങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. കാരണം അവര് BJP കാൻഡിഡേറ്റ് ആണെങ്കിൽ അത് ഗുണം ചെയ്യും. അല്ലാത്തൊരു വോട്ടിന് വേണ്ടി അത് ഇല്ലാതാക്കിയേ ചെയ്യുള്ളൂ. വികസനം ഇല്ലാതാക്കി തീർക്കും. ഇവിടെ BJP വിജയിക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്താണ് പ്രതീക്ഷ, എന്താണ് എത്രത്തോളം? അങ്ങനെ പറഞ്ഞാല് പ്രതീക്ഷയുണ്ട്. ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കഴിഞ്ഞൊരു 4 വർഷത്തിനിടയിൽ? 9ാം വാർഡിൽ വളരെ മോശമായിരുന്നു എന്നാണ് പൊതുവെ അറിയുന്നത്. തീരെ പിന്നെ ഇപ്പോഴത്തെ ആൾക്കും വലിയ ഇത്